അപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ജിൻഡോ ചേട്ടനാണ്. ജിൻഡോ ചേട്ടാ, ബിഗ് ബോസ് പ്രേക്ഷകർക്ക് അറിയാനായിട്ട് എന്താണ് ജിൻഡോ? ഇന്ന് ശരിക്കും ഞാനൊരു സെലിബ്രിറ്റി പേഴ്സണൽ ട്രെയിനറാണ്, ഇൻ്റർനാഷണൽ ബോഡി ബിൽഡറാണ്, ഒരു IPS ലെവൽ പോലീസ് ട്രെയിനറാണ്, ഇൻക്ലൂഡ് DGP അടക്കം. പിന്നെ ഒരു മദർ തെരേസ അവാർഡ് ഹോൾഡറാണ്, നെഹ്റു ട്രോഫി വള്ളംകളിയുടെ കോച്ചാണ്, ആദിശങ്കര എഞ്ചിനീയർ കോളേജിലെ ഫിസിക്കൽ ട്രെയിനറാണ്. എനിക്കൊരു 8 ഫിറ്റ്നസ് സെൻ്റർ ഉണ്ട് കേരളത്തിൽ മൊത്തമായിട്ട്. പക്ഷേ ഈ ഒരാളെയാണ് ഇന്ന് ജനങ്ങൾ എന്നെ അറിയുള്ളൂ. ശരിക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 മക്കളാണ്. എൻ്റെ അനിയത്തി ഞാനും. ഞാൻ മൂത്തതാണ്. എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അങ്ങനെ ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. കാരണം വരിക അത്രയും കാശും കൂടി ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അമ്മയും പണിയെടുക്കും. അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ വീഡിയോ ഒക്കെ തിരക്കാൻ അറിയാം. വീഡിയോ ഒക്കെ വന്ന് ഇരുന്ന് തിരക്കും. അങ്ങനെ പള്ളിയിൽ നിന്ന് പഠിച്ചതാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ മുതലേ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം നമ്മൾ ഈ റൂബിക്കൊക്കെ നമ്മൾ ഞങ്ങളുടെ ഒരു വീടുണ്ട്. ആ വീട്ടിൽ പോയിട്ട് ഞങ്ങളത് പറിക്കും. എന്നിട്ട് ഉപ്പിലിട്ടിട്ട് നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിലൊക്കെ കൊണ്ടുവന്നിട്ട് വിൽക്കും. പിന്നെ കപ്പലിൻ്റെ കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മുടെ പള്ളിയിലൊക്കെ നാടൻ നടക്കില്ലേ, അവിടെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വിൽക്കും. ഞാൻ പിന്നെ ഒരു 9ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു തൃശ്ശൂർ പാവർട്ടി ബാറിൽ ഞാൻ പോയി നിൽക്കുകയാണ്. 2 മാസത്തെ വെക്കേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ബാറിൽ പോയി നിൽക്കണമെന്ന് വെച്ചാൽ പാത്രം കഴുകാൻ. നമ്മൾ പാത്രം കഴുകാൻ നിൽക്കുന്ന ആളാണ്, ക്ലീൻ ബോയ്. അപ്പോൾ പാത്രം കഴിയും. അപ്പോൾ ഞങ്ങൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഛർദ്ദിച്ചത് കോരിയിട്ടുണ്ടെങ്കിൽ 10 രൂപ കിട്ടും. ഞാൻ 10 പേര് ഛർദ്ദിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് 100 രൂപ കിട്ടും. അതൊന്നും ഒരു അറപ്പില്ലാണ്ട് കോരിയിട്ടുള്ളതാണ് ഞാൻ ഒരാളോടും പറയില്ല. പക്ഷെ ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് മാത്രം ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ഛർദ്ദിച്ച് പറഞ്ഞാൽ 10 രൂപയ്ക്ക് കോരിയമ്മയെന്ന്. എൻ്റെ അമ്മ നെഞ്ചത്തടിച്ച് നോളിയുണ്ട്, മോൻ എത്ര വേണമെന്ന്. പക്ഷെ അതൊന്നും എനിക്കൊന്നുമല്ല. കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് വളരണമെന്ന് ചിന്തിക്കുന്ന ആളാണ്. ആ സമയത്ത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കരാട്ടെ ക്ലാസ്സിൽ പോണത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കരാട്ടെ ക്ലാസ്സിൽ പോയിട്ട് ഞാൻ ഒരു 2 മാസം ഫീസ് കൊടുക്കുമ്പോൾ തന്നെ അവിടെ എനിക്ക് പിന്നെ പോകാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. പിന്നെ ആ ഓഡിറ്റോറിയം ഉണ്ട്, കാലിൽ നാസ ഓഡിറ്റോറിയം. ആ നാസ ഓഡിറ്റോറിയത്തിൽ അവിടെ അടിച്ചു തൂക്കി ചെയ്യും. അപ്പോൾ എന്നെ സാറോട് പഠിപ്പിക്കും. അങ്ങനെ ലൈഫിൽ ഞാൻ അതോടെ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് എടുക്കുകയാണ്. 9ാം ക്ലാസ്സിലെ വെക്കേഷൻ ബ്ലാക്ക് ബെൽറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നത്. ബ്ലാക്ക് ബെൽറ്റ് എടുക്കുന്ന സമയത്ത് ശരിക്കും ഞാൻ ആ ഏറ്റവും പ്രായം കുറഞ്ഞ ബ്ലാക്ക് ബെൽറ്റ് ആണെന്നുള്ള ബഹുമതി കിട്ടിയ ആളാണ്. ഇപ്പോൾ ജിൻഡോ ചേട്ടൻ ഇപ്പോൾ ലൈഫിൽ സക്സസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഡൈവോഴ്സാണ്. ഓക്കെ. എൻ്റെ ലൈഫിൽ ഞാൻ ഡൈവോഴ്സാണ്. ഡൈവോഴ്സ് എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും പറഞ്ഞില്ലേ, ഞാനൊരു 10 വർഷത്തോളം എൻ്റെ വൈഫായിട്ട് ജീവിച്ചിട്ടുണ്ട്. 5 വർഷത്തോളം ഞാൻ 10 വർഷത്തോളം ഉണ്ടായിട്ടുണ്ട്. 5 വർഷം ഞാൻ ജീവിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ആ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈവോഴ്സ് കഴിഞ്ഞിട്ടും അവൾ എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ചേട്ടൻ എന്നെ ഒരു അടിച്ച് വലിച്ചായിരുന്നെങ്കിൽ ഞാൻ നേരെയാണെന്ന്. ഞാൻ ഇതുവരെയും പെണ്ണുങ്ങളെ കൈയെടുത്ത് അടിച്ചിട്ടില്ല. ജിൻഡോ ചേട്ടൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണ്? എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഇല്ലേ, എൻ്റെ അമ്മയാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത്. എന്താ കാരണം അറിയോ? നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ നോമിനേഷനിൽ വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്രതികരിച്ചത്. അത് നിങ്ങൾക്ക് കേൾക്കണം. എന്താണെന്നത് ഞാൻ അവിടെ നിന്ന് കയറി പോരുന്ന എനിക്കറിയാം. പക്ഷെ എൻ്റെ അമ്മ എല്ലാ ദിവസവും TV കാണും, അറിയോ? അപ്പോൾ അമ്മയ്ക്ക് ലെൻസ് കംപ്ലൈൻ്റ് അടിക്കുന്ന അമ്മയാണ്. അതായത് ഡോക്ടർമാർ വരെ എന്നോട് പറഞ്ഞാൽ ചികിത്സിക്കണ്ട, എനിക്ക് കരച്ചിൽ പറ്റും, പക്ഷേ എനിക്ക് കരയാനറിയില്ല. അതായത് ചികിത്സിക്കണ്ട, സാധാരണ ടാബ്ലറ്റ് കൊടുത്താൽ മതി, കുഴപ്പമില്ല, പെട്ടെന്ന് മരിച്ചോളൂ. പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമില്ല. ഞാൻ മാക്സിമം ഒരു മാസം ചിലവാക്കണ കാശിന് ചിലതില്ല, അത്രയും പൈസ കൊടുത്തിട്ടാണ് ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്ത് കൊണ്ടുപോയിട്ട് ഞാൻ എല്ലാ മാസം ചെയ്യണത്. അപ്പോൾ ആ അമ്മ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കണം. കാരണം ഞങ്ങൾ നോക്കിയത് അങ്ങനെയാണ്. അതുപോലെ പണിയെടുത്തത് നോക്കിയാണ് ഞങ്ങളെ അമ്മ. അപ്പോൾ ആ അമ്മ കാണും TV. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോമിനേഷനിൽ അങ്ങനെ വന്നപ്പോൾ ഞാൻ അങ്ങനെ പ്രതികരിക്കാൻ കാരണമല്ല. അല്ലാണ്ട് ഞാൻ കയറി പോരില്ല എന്ന് വിചാരിച്ചിട്ടല്ല, നിങ്ങളങ്ങനെ വിചാരിച്ചേ. പക്ഷെ ഞാൻ ആ സമയത്ത് പറയാമെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളോട് അങ്ങ് പറഞ്ഞാൽ നിങ്ങൾ വിശ്വാസം വരില്ല. ഞാനും അറിയാം, അറിയാവുന്ന കാര്യമാണ്. കാരണം വെച്ചാൽ അമ്മ TV കാണുമ്പോൾ അവർക്കറിയില്ലല്ലോ ഞാനിങ്ങനെ ഔട്ടാവണ ലിസ്റ്റിൽ വന്നതല്ലേ അവർക്കറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്. സത്യം. Asane.